ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ദ ഗാർഡൻ ഓഫ് ജോയ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ബോട്ട് റൈഡാണ്. ഓഫ് കോഴ്സ് നമ്മൾ ബോട്ട് റൈഡ് മാത്രമല്ല, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിളിൽ കയറി അതിനുശേഷം നമ്മൾ ബോട്ട് റൈഡ് നടത്തി, അതിനുശേഷം ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ട്രിപ്പ്. മെയിനായിട്ട് ബോട്ട് റൈഡായിരുന്നു. അപ്പോൾ ഹോപ്പ് യു എൻജോയ് വിത്ത് അസ്. ഓക്കെ. മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളി നീ ശഹാന പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം നീയറിയാതെ വന്നു നീ മിഴിയൂ ഞാളി കനവറിയാതെ ഏതു കിനാവു പോലെ കൺചിമ്മിയോ നിഞ്ചാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോക്കയാ രാവുകൾ കാറ്റായി വരും നിന്റെ തിങ്കത്തേരേറി വന്നപ്പൂവിത്തേൻ തേടി കിളിക്കുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളാം ഒന്നും മിണ്ടാതെ തേനി നിൽപ്പൂന്നിൽ നീയറിയാതെ വന്നു നീ മിഴിയൂ ഞാളി കനവറിയാതെ ഏതു കിനാവു പോലെ തൂമഞ്ഞിനും കുളിരേകുവാൻ ദേവാമൃതം നൽകിയോ തെന്നലേ പൂന്തേനിനും മധുരം തരും അനുഭൂതികൾ തുള്ളിച്ചാഞ്ചാടും കാണ സ്വപ്നപ്പൂപ്പാടം കൊയ്യാനെത്തും കിന്നാരം പൊൻപാക്കളെ ഒരു തീരം തേടാതെ ഓളച്ചില്ലിൽ നീന്താതെ ഈരം ചുണ്ടിൽ മൂളാത്തൊരീണം തരൂ നീയറിയാതെ വന്നു നീ മിഴിയൂ ഞാളി കനവറിയാതെ ഏതു കിനാവു പോലെ പ്രണയനിലാക്കിളി നീ ശഹാന
വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്ക് വേണ്ടി വെയിൽത്തിരാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ ഇന്നെനിക്കു വേണ്ടി. ചിരിയുടെ കുളിരലകൾ അതിലിളകിയ തരിവളകൾ നീ അഴകിന്റെ കുളിരരുവി അതിലൊഴുകിയ മുരളിക ഞാൻ. പ്രണയിനി ഹരിമുരളിയിൽ ഇന്നനുരാഗരാഗമാല്യമായി നീ മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്ക് വേണ്ടി വെയിൽത്തിരാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ ഇന്നെനിക്കു വേണ്ടി. എത്രയോ ജന്മമായി ആ മധുര പല്ലവികൾ കേൾക്കുവാൻ പാടുവാൻ കാത്തിരുന്ന പെൺകൊടി ഞാൻ. എത്ര നാൾ കാത്തിരുന്നു കാണുവാൻ അത്രമേൽ ഇഷ്ടമാണീ മുഖം എന്റെ രാഗസന്ധ്യകളിൽ വേറെ എന്തിനൊരു സൂര്യൻ. എന്റെ പ്രേമ പഞ്ചമിയിൽ വേറെ എന്തിനൊരു തിങ്കൾ നിന്നെ ഓർക്കാതെ എനിക്കില്ല പുലരിയും ഇരവുകളും. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്ക് വേണ്ടി വെയിൽത്തിരാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ ഇന്നെനിക്കു വേണ്ടി. ആരു നീ എൻ ഹൃദയ ദേവതേ എൻ മനോവാടിയിൽ പൂവണിഞ്ഞ ചാരുതേ വന്നു ഞാൻ നിന്നരികിൽ എൻ പ്രിയനേ. നിന്നിലേക്കൊഴുകി വരുമാതിരയായി. കാതുമൈന കഥ പറയും കാനനങ്ങൾ പൂക്കുകയായി ഓർമ്മപ്പൂത്ത താഴ്വരയിൽ ഓണവില്ലു വിരിയുകയായി. നിന്നിലലിയുമ്പോൾ ആത്മരാഗങ്ങൾ സുരഭിലമൊഴുകി വരും മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്കു വേണ്ടി. വെയിൽത്തിരാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ ഇന്നെനിക്കു വേണ്ടി. ചിരിയുടെ കുളിരലകൾ അതിലിളകിയ തരിവളകൾ നീ അഴകിന്റെ കുളിരരുവി അതിലൊഴുകിയ മുരളിക ഞാൻ. പ്രണയിനി ഹരിമുരളിയിൽ ഇന്നനുരാഗരാഗമാല്യമായി നീ നമ്മൾ തുഴഞ്ഞ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന് മുന്നിലേ എത്തിയിട്ടുള്ളതിപ്പോൾ. നമ്മൾ നമ്മുടെ ആ ഒരു ടെമ്പിള് നമുക്ക് ഈ ഒരു ബോട്ടിൽ നിന്ന് അതിൻ്റെ മുന്നിൽ ആ പുഴയിലൂടെ പോകുന്ന സമയത്ത് ഇത് കാണുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷത്തെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. നമ്മളെല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഏകദേശം നമ്മുടെ ബോട്ട് റൈഡ് അവസാനിക്കാൻ വേണ്ടി പോവുകയെന്ന്. നല്ലൊരു നമ്മുടെ ഒരുപാട് കാലത്തേക്കുള്ള ഒരു ഓർമ്മയായിരിക്കും ഈ ഒരു ബോട്ട് യാത്ര എന്ന് പറയുന്നത്.
നമ്മൾ കുറച്ച് കൊളീഗ്സ് ചേർന്നിട്ട് നമ്മുടെ ഒരു തളിപ്പറമ്പ് മണ്ഡലത്തിലെ കുറച്ച് കൊളീഗ്സ് ചേർന്നിട്ടാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. നമ്മളിത് ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ബോട്ട് യാത്രയുടെ അവസാന ഘട്ടം എത്തി. നമ്മൾ ബോട്ടിറങ്ങി ശേഷം ഇപ്പം നമ്മൾ അവിടെ തന്നെ അടുത്തുള്ള ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ബാക്കിൽ കാണുന്നത്. അവിടെ നല്ല കിടിലൻ ഫുഡുണ്ട്. അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു നല്ലൊരു വൈബായിരുന്നു. നമ്മളങ്ങനെ പുറമേ അങ്ങനെ കറങ്ങാനൊന്നും പോകാത്തൊരു ടീമായിരുന്നു. നമുക്കെപ്പോഴും വർക്കും കാര്യങ്ങളും എപ്പോഴും മീറ്റ് ചെയ്യും. നമ്മൾ ബ്ലോക്കിലും ജില്ലയിലൊക്കെയുള്ള മീറ്റിങ്ങിലും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും. നമ്മൾ ഒരുമിച്ച് ആണ്, നമ്മളൊരു ടീമാണ്, ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ടീമാണ്. നമ്മളെപ്പോഴും കാണും, എപ്പോഴും ഫോട്ടോസൊക്കെ എടുക്കും. ഇവിടെ മീറ്റ് ചെയ്ത് ഞാനും ഫോട്ടോസൊക്കെ എടുക്കും. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഇതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതും നമുക്കെല്ലാവർക്കും, നമ്മൾ എല്ലാവരും വ്യത്യസ്ത പഞ്ചായത്തുകളിലുള്ളവരാണ്. നമുക്കെല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിളും ബോട്ട് സർവീസും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നൊരു ആലോചനയിലാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. കൂടെ നമ്മൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നന്നായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ ഒരു സാധനം കൈമാറുന്നുണ്ട്. അത് വീട്ടിലുണ്ടായ മാങ്ങയാണ്, വേറെ ഒന്നുമല്ല. അയാൾ മാങ്ങ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ബാക്കിൽ കാണുന്നത്. സംഭവം എൻ്റെ ക്യാമറ ഓൺ ആയതുകൊണ്ട്, ഞാൻ ക്യാമറയിൽ പിടിച്ചത് കൊണ്ട് ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ അറിയാനേ പോകുന്നില്ല. പിന്നെ കൂടെ എൻ്റെ മകൾ ആരാധന ഇങ്ങനെ അവിടെ പോയി പുഴയൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ജ്യൂസ് കഴിച്ചു ലൈറ്റായിട്ട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. അതിന് ശേഷം നമ്മൾ അൽഫാം, മന്തി, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു പുറമേയുള്ളൊരു ഹോട്ടലിൽ പോയിട്ടും നമ്മൾ കഴിച്ചിട്ടാണ് പോയത്. ഇവിടെ കുറച്ച് ടൈം ആവുമെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കത്ര ടൈം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടാണ് ബാക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായത്. എന്തായാലും നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഓക്കെ, അതാ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഫുഡ് കഴിച്ച ശേഷമാണ് ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ ഫുഡ് കഴിച്ച് എഴുന്നേൽക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.